രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓണം സ്പെഷ്യൽ കറികളിൽ ഇന്ന് തയ്യാറാക്കുന്നത് 2 തരം പച്ചടികളാണ്. കൈതച്ചക്ക മധുര പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും. ആദ്യം കൈതച്ചക്ക മധുര പച്ചടി തയ്യാറാക്കാം. ഈ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെത്തി ഇതുപോലെയൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിനായി 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, അടുത്തത് 1/2 കപ്പ് തൈര്, വെളിച്ചെണ്ണ താളിക്കാൻ, കടുക്, വറ്റൽ മുളക് മുറിച്ചത്, കറിവേപ്പില. ഒരു കടായിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൈതച്ചക്ക ഇട്ട് 1/2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് യോജിപ്പിച്ച ശേഷം സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിക്കാം. പൈനാപ്പിൾ വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി വേവിക്കാം. അര കപ്പ് അധികം പുളിയില്ലാത്ത തൈര് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാം. അതിനായി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാൽ ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ മുറിച്ചു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തെ പച്ചടിയായ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. ഒരു ചെറിയ ബീട്രൂട്ട് പൊടിയായി അരിഞ്ഞത്, 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, ഇത് അരച്ചെടുക്കണം. അടുത്തത് 1/2 കപ്പ് തൈര്, താളിക്കാനുള്ള വെളിച്ചെണ്ണ, വറ്റൽമുളക് മുറിച്ചത്,
കടുക്, കറിവേപ്പില. കടായി വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ബീറ്റ്റൂട്ടിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ അരപ്പൊക്കെ വെന്ത് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് താളിക്കാം. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ മുറിച്ച വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ബീറ്റ്റൂട്ട് പച്ചടിയും കൈതച്ചക്ക മധുര പച്ചടിയും റെഡിയായി. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.